ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഗോവയിൽ പോയിട്ടാണ്. ആരെന്ത് വിചാരിച്ചാലും I don't care. I just want to talk to them. That's what I was thinking. When I was getting a chance to talk to somebody, I used that chance and I talked. ഇംഗ്ലീഷ് സംസാരിച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന ബോധ്യമുള്ളവർക്ക് ആർക്കും വരാം, എപ്പോഴും പഠിക്കാം. മെനക്കെട്ട് മാറ്റി വെക്കണം. നിങ്ങൾ ഏത് പരിപാടിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തേക്കാൾ കൂടുതൽ ഒരു 2 മാസം ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, സമയം ചെലവഴിക്കണം എന്നതാണ് ഇംഗ്ലീഷ് കയ്യിൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു പാഠം, എവറി സ്ട്രേഞ്ചർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ മലയാളികൾ അത്യാവശ്യം ഭയഭക്തി ബഹുമാനത്തോടെയാണ് കാണുന്നത് എന്ന് മലയാള സിനിമ വരെ പറഞ്ഞുറപ്പിച്ച ഒരു സാധനം. പിന്നെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭയമൊക്കെ. നമ്മൾ സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ടെൻഷൻ, പക്ഷെ വായിക്കാനോ എഴുതാനോ ഒരു പ്രശ്നമില്ല. എക്സാക്ട്ലി. ഇംഗ്ലീഷ് എന്ന ഭാഷയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സഹായിക്കുന്ന ഒരു ബ്രാൻഡും ആ ബ്രാൻഡിൻ്റെ പ്രൗഡ് ഫൗണ്ടറുമാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്, ഇംഗ്ലീഷ് കെയർ ഫൗണ്ടർ ആൻഡ് CEO സുധി പൊന്നാനി. സുധി സർ, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് കാണുന്നത്. അതെ, എക്സാക്ട്ലി. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം കണ്ടപ്പോഴും ഇപ്പൊ ഈ 2ാമത്തെ പ്രാവശ്യം കാണാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ സാറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് എവിടെന്നാണ് ഈ എനർജി, ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്? ആക്ച്വലി എനർജി, ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും മികച്ച രീതിയെന്ന് എനിക്ക് തോന്നുന്നൊരു ഉത്തരവാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് കാശുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഞാൻ പരിചയപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിൽ എനിക്ക് എന്തുണ്ടാവണം, ഒരു സ്ഥാനം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ത് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞാനത് എങ്ങനെ പറയുന്നു എന്നതിലാണ് ഫോക്കസ് ചെയ്യൽ. അതിൻ്റെ ഒരു അത് കറക്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമോഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു മീനിങ് ഉണ്ടായിരിക്കും. ആ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ വന്ദന സിനിമ കണ്ടിട്ടില്ലേ? വന്ദന സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയും, എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ആ പെൺകുട്ടി എത്ര ഐ ലവ് എന്ന് പറഞ്ഞാലും മോഹൻലാലിന് എന്താവില്ല, ഇഷ്ടാവില്ല. അതിനർത്ഥം ഐ ലവ് യു എന്ന് പറയുന്ന അർത്ഥം എന്താണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. പക്ഷെ ആ പറഞ്ഞ രീതി എന്തായിരുന്നില്ല, പറയേണ്ട രീതിക്ക് പറയണം. അപ്പൊ അത് ചിലത് കാര്യങ്ങൾ പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം. എന്നാൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ആ സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും എന്നെ കാണാനൊരു തുറത്തുകൊണ്ട് പിഴിഞ്ഞ പോലെയാണെങ്കിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഞാൻ എൻ്റെ എനർജി എന്ത് ചെയ്യുന്നതാണ്, കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൽ നന്നായിട്ട് ആൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ കുറച്ചൊക്കെ എനർജി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ ഇംഗ്ലീഷ് കെയറിന്റെ സിഇഒക്ക് മുന്നേ ഉള്ള ഒരു സുധി പൊന്നാനി ഉണ്ടല്ലോ, ആളെ നമുക്കറിയില്ല. നമ്മളറിയുന്ന ആള് ഇതുപോലെ ഒരു വലിയ ബ്രാൻഡിന്റെ ഒരു പ്രൗഡ് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രൗഡ് ഓണറാണ്, ക്രിയേറ്റർ ആണ്. അതിന് മുന്നേ ഉള്ള സുധി പൊന്നാനി ഇതുപോലെ തന്നെ ഒച്ചപ്പാടെടുക്കുന്ന ഭയങ്കര ഒരിക്കലും അല്ല. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് സുധി പൊന്നാനി ഇല്ല, ഇതിനു മുമ്പ് സുലീഷ് കുമാറാണ്. അതാണ് എന്റെ ശരിക്ക് പേര്, സുലീഷ് കുമാർ, SULESH, സുലീഷ് കുമാറാണ് എന്റെ പേര്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ പഠിക്കുന്നവന് മാത്രമാണ് വാല്യൂ ഉണ്ടായിരുന്നത്. സ്കൂളിൽ നന്നായി പഠിക്കുന്നവനാണ് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുക, പഠിപ്പിസ്റ്റുകളായിരുന്നു മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു എല്ലാം കൊണ്ടും. അപ്പോൾ അത്ര വലിയ എനർജറ്റിക് ആവേണ്ട ആവശ്യങ്ങളും അവസരങ്ങളും ഇല്ല. സ്കൂളിൽ പ്രോഗ്രാമുകൾക്ക് നമ്മളൊന്നും പങ്കെടുക്കുന്നില്ല, വിളിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അത്ര എനർജറ്റിക് ആയിരുന്നില്ല ഞാൻ. പിന്നെ 10ാം ക്ലാസ്സൊക്കെ തോറ്റ് പിന്നെ കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് അവിടെ എനർജിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അവിടെ വെയിൽ കൊണ്ട് പണിയെടുക്കുകയല്ലേ. അപ്പോൾ വലിയ എനർജി ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷൊക്കെ പഠിച്ച് എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് സുലീഷ് കുമാറിൽ നിന്ന് സുധി പൊന്നാനിലേക്ക് എത്തിയപ്പോൾ ഓഫ് കോഴ്സ് എനർജറ്റിക് ആവേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം ഓഫ് കോഴ്സ്, കാരണം ആളുകളുമായിട്ട് സംവദിക്കുകയല്ലേ. അപ്പൊ നമ്മുടെ ഒരു ക്യാരക്ടറും നമ്മുടെ പെർഫോമൻസും ഒക്കെ ആളുകൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, ആ രീതിയൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇപ്പൊ കുറച്ചുണ്ട്, അത്ര അധികം അച്ചപ്പാട് അപ്പം ഉണ്ടായിരുന്നില്ല, അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു. ആയിക്കോട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് സാറ് തീരുമാനിച്ച മൊമെന്റ് ആ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഇംഗ്ലീഷാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ പ്രൊഫഷൻ, ഞാൻ ഇതാണ് ഒരു സർവീസ് ആയിട്ട് ബ്രാൻഡായിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പരിപാടി. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ വെളിയങ്കോട് എന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ വെളിയങ്കോട് എന്ന സ്ഥലം, അവിടെ ഒരു വിക്ടറി കോളേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ജാബിർ സാർ അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പുള്ളിങ്ങനെ ചോദിക്കും, സാറേ ഞാനും വരട്ടെ. പഠിപ്പിക്കാനല്ല, പുള്ളിയുടെ കൂടെ ഞാനും വരട്ടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നാട്ടിൽ പൊതുവെ അവസരങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ ജാബിർ സാറിന്റെ കൂടെ പോയി. അപ്പൊ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതിനെ വായിച്ചു കൊടുക്കുന്ന രീതിയാണ് അന്ന്.
അപ്പോൾ സാറ് ബ്രേക്ക് എടുക്കാൻ എന്താ സാറിനോട് പറഞ്ഞു, നീ ഇതൊന്ന് വായിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷിനെ ഇങ്ങനെ തലക്കടിച്ചിരിക്കുന്ന സമയം മുതൽ ഞാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വായിക്കാനൊക്കെ ശ്രമിക്കും ഇങ്ങനെ. അപ്പോൾ സാറ് ഫോട്ടോഷോട്ട് തന്നു, ഞാനത് നോക്കി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വെൽ വാട്ട് ഈസ് നെക്സ്റ്റ് നോട്ട് എ ഡിസൈഡഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് നന്നായി ഇഷ്ടമായി. അതുമല്ല ടേണിംഗ് പോയിന്റ്. അപ്പോൾ സാറ് വന്നപ്പോൾ ആ പിള്ളേർ ചോദിച്ചു, ഇനി നാളെ വരുമ്പോൾ മറ്റേ സാറിനെ കൊണ്ടുവരുന്നത്. കിളി പറയും. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഇഷ്ടാവുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ നമുക്ക് സംസാരിച്ചാൽ ആളുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ പിറകെ കുറച്ച് സഞ്ചരിച്ചുകൂടാ എന്ന് തോന്നി. സഞ്ചരിച്ചു, ഇതിൻ്റെ കൂടെ പോയി. പിന്നെ അത് നമ്മളെ കൂടെ വരൽ തുടങ്ങി. ഇപ്പോൾ ഒന്ന് ടീച്ചറായി. ടീച്ചർ ആവാനുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻ ആക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്ക് അവിടെ നിന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതിൻ്റെ സ്റ്റോറി ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് വേറെ, പഠിപ്പിക്കുന്നത് നമ്മളൊരു കംപ്ലീറ്റ് ബ്രാൻഡായി മാറുകയാണല്ലോ. ഇംഗ്ലീഷ് കെയറിനെ കുറിച്ച് വാട്ട് ആർ ദ സർവീസസ് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ ആർക്ക് എന്താണ് കൊടുക്കുന്നത്? ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്, പക്ഷേ ആർക്കൊക്കെ വരാം, ആർക്കൊക്കെ ആ സർവീസ്? ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒന്ന് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷ് കെയറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റെല്ലാവരും പറയുന്ന പോലെ നിങ്ങളുടെ സൗകര്യത്തിന് പഠിക്കാം, നിങ്ങളുടെ ഒഴിവ് സമയത്തിനൊക്കെ പഠിക്കാം എന്നുള്ളത് ഞാൻ വല്ലാണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ള, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, 100 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 80 പേരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. ഓൺലൈനായിട്ട് പഠിക്കുന്നവർ കംപ്ലീറ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു കാരണം ഈ പരസ്യത്തിലൊക്കെ കേൾക്കുന്ന എന്താണ്, എപ്പോഴും പഠിക്കുക, എങ്ങനെയും പഠിക്കുക, ഏത് സമയത്തും നിങ്ങൾക്ക് ട്രെയിനർ സപ്പോർട്ട് ഉണ്ടാവുന്നൊക്കെയാണ്. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് നമുക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ പോയിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റിൽ ഈ സാധനം പോയിട്ട് പഠിക്കാൻ ഇംഗ്ലീഷ് കെയറിൽ നിന്നല്ല എവിടെയും പോയിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. അപ്പോൾ ഇംഗ്ലീഷ് കെയറിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ മിനിമം ഇത്ര ടൈം നിങ്ങളിതിന് വേണ്ടി എന്ത് ചെയ്യണം, മെനക്കെട്ട് മാറ്റി വെക്കണം. നിങ്ങൾ ഏത് പരിപാടിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ ഒരു 2 മാസം ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, സമയം ചെലവഴിക്കണം എന്നതാണ് ഇംഗ്ലീഷ് കെയറിൽ ഞാൻ പറയാം. പിന്നെ ഏത് പ്രായത്തിലുള്ള ആൾക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠിക്കാൻ കാരണങ്ങളുള്ളവർക്ക്, ഇംഗ്ലീഷ് സംസാരിച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന ബോധ്യമുള്ളവർക്ക് ആർക്കും വരാം, എപ്പോഴും പഠിക്കാം എന്ന് പറയുന്ന പോലെ they can come and we have real way of teaching. കാരണം ഇംഗ്ലീഷ് കെയറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇംഗ്ലീഷ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരുണ്ട്. നന്നായിട്ട്, ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ നന്നായിട്ട് എഴുതാൻ അറിയാം, നന്നായിട്ട് വായിക്കാൻ അറിയാം. ചില സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് പിള്ളേർ തമാശയ്ക്ക് പറയാറുണ്ട്, സാറേ ഐ നോ ഇംഗ്ലീഷ് ബട്ട് നോട്ട് കമ്മിങ് എന്ന് പറയാറുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് നോട്ട് കമ്മിങ്. എൻ്റെ ഉള്ളിൽ സാറ് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ തൊട്ടെടുക്കുന്ന ആളെ പറ്റിയാണ് ചിന്തിക്കുക. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അല്ല, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഞാൻ ഈ പറയുന്നത് തെറ്റോ, എനിക്ക് മിസ്റ്റേക്ക് പറ്റുമോ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ ഇയാൾ എന്താ ചിന്തിക്കുക എന്നൊക്കെ തീരുമാനിക്കും. എന്നെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ മാനം കപ്പൽ കയറൂലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനത്തെ പഠിപ്പിക്കാനുള്ള ടെൻഷൻസ് ഒന്നും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് കെയറിൽ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ്. അത് നമ്മൾ 80% പ്രാക്ടീസിനാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. റൈറ്റ്. ഇപ്പം നിങ്ങൾ മലയാളം സംസാരിക്കുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്, തമിഴും മറ്റുള്ള ഭാഷകളൊക്കെ കുറച്ചൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ മലയാളം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കൽ പോലും അതിൻ്റെ ഗ്രാമർ സൈഡ് എന്താണെന്നോ, അതിൻ്റെ പ്രസൻ്റ് ആണോ, ഇത് പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ എന്നൊന്നും ആലോചിക്കാറില്ല. ഇപ്പം നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ അർത്ഥം അത് തന്നെയാണോ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഒന്ന് പറയാറുണ്ട്, ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ഭയങ്കര ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഭയാനകമായെന്നല്ലേ. അപ്പം നമ്മൾ ആ മീനിങ് അല്ലല്ലോ അവിടെ വേണ്ടത്. പക്ഷെ നമ്മളവിടെ എന്ത് ചിന്തിക്കാറില്ല, ഇതിൻ്റെ ഈ വേർഡ് കറക്റ്റാണെന്നൊന്നും ചിന്തിക്കാറില്ല. അതേപോലെ ഇംഗ്ലീഷ് പറഞ്ഞ് എന്ത് ചെയ്യണം, ശീലിക്കണം. നമ്മളൊരു ക്ലാസ്സിന് പോയിട്ട് പഠിക്കുമ്പോൾ പ്രസൻറ്റും ഫ്യൂച്ചറും പാസ്റ്റും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, നോളജാണ്. നമുക്കൊരു അറിവ് കിട്ടും, എങ്ങനെയാണ് ലാംഗ്വേജിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടും. പക്ഷെ അത് സ്കില്ലാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രാക്ടീസ് വേണം. അതിന് ഞാൻ ട്രൈ എന്ന് പറയാറില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യല്ല, നിങ്ങളത് എന്ത് ചെയ്യണം, അങ്ങോട്ട് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ കയ്യിലൊരു ഫോണില്ലേ, റൈറ്റ്, ഐ ഹാവ് ദിസ് ഫോൺ, റൈറ്റ്, ക്യാൻ യു ട്രൈ ടു ടേക്ക് ദിസ് ഫോൺ, റൈറ്റ്, എടുത്തില്ലേ, തിരിച്ചു തരും. ഇപ്പൊ ഞാൻ മാഡത്തിനോട് എന്താ പറഞ്ഞത്, ക്യാൻ യു ട്രൈ ടു ടേക്ക് ഇറ്റ് എന്നാണ് അല്ലേ. അതിന്റെ അർത്ഥം എന്താ, ശ്രമിക്കാവോ എന്നാണ്. പക്ഷെ മാഡം എന്ത് ചെയ്തു, അത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. അപ്പൊ ആളുകളുടെ പ്രശ്നം ഇതുപോലെയാണ്. ഇംഗ്ലീഷിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവര് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, എന്നെ കൊണ്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നൊരു ചിന്ത. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രൈ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ,
ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യലാണ്, നമ്മൾ ശ്രമിക്കാനല്ല, ചെയ്യലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷും നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക, വിച്ച് മീൻസ് അങ്ങോട്ട് പറയുക. അതിൽ തെറ്റുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഒരു മലയാളിക്ക് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചിലപ്പോൾ ഞാനൊക്കെ, ഇപ്പം എനിക്ക് ശശി തരൂർ സാറിനോട് സംസാരിക്കുന്ന അവസരം കിട്ടിയെന്ന് വിചാരിക്കുക, ഞാനൊരു അരമണിക്കൂർ സംസാരിച്ചാൽ അത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. കാരണം ആളുടെ ലാംഗ്വേജിൻ്റെ ലെവലിലേക്ക് ഞാൻ എത്തുക എന്ന് പറയുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്കൊരു 10 വട്ടം ആളോട് സംസാരിക്കാൻ ചാൻസ് കിട്ടിയാലേ ആളുടെ ലെവലിലേക്കുള്ള എൻ്റെ കോൺവെർസേഷൻ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് എവിടെയാണോ അവിടെ നിന്നാണ് നമ്മുടെ ലാംഗ്വേജ് എന്താവുക, ഇമ്പ്രൂവ് ആവുക. അതിനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ത് തന്നെയാണ്, ഇംഗ്ലീഷ് കെയർ ആണ്. കാരണം നമ്മളാണ് ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ സാറ് പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഇതുപോലെ സാറിന് ഒരു സാർ തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു സാറിന് ഒരു പേടിയില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. പേടി ഇല്ലാത്തത് കൊണ്ടാണ് അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പോ ആളുകളെ പറയും, ഇപ്പൊ നമുക്ക് പറയാൻ എളുപ്പമാണ്, പേടി വേണ്ട, പഠിക്കൂ, ചെയ്യൂ എന്ന്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടാക്കുക, അതിനൊരു കരിക്കുലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈസി. അപ്പൊ എങ്ങനെ ഇതിന്റെ ഒരു പ്രോസസ്സ്, ഇതിന്റെ ഒരു കരിക്കുലം, നമ്മളിപ്പോ ഞാൻ വന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും ഇംഗ്ലീഷ് കെയറിൽ, പിന്നെ അതിന്റെ ഒരു പരിപാടി എങ്ങനെയാണ്? ഇംഗ്ലീഷ് കെയറിൽ മാഡം ജോയിൻ ചെയ്താൽ ഏറ്റവും ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം തയ്യാറാവേണ്ടത്, മനസ്സിനെ തയ്യാറാക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാനല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ അഗെയിൻ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് പറയുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ? നിങ്ങൾ എത്ര വർഷം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, എത്ര തവണ എഴുതുന്നുണ്ട്? പഠിച്ചിട്ട് പറയാനല്ല ശ്രമിക്കേണ്ടത്, പറഞ്ഞിട്ട് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ബംഗാളി മലയാളം സംസാരിക്കുന്നത് എങ്ങനെയാണ്, ശ്രതകാകളി വൃത്തത്തിൽ 2-ാം പാദ്യത്തിൽ അന്തിമം 2 അക്ഷരം കുറഞ്ഞിടിൽ അത് കാകളിയായിടും ആണല്ലേ, അങ്ങനെയാണ് പഠിക്കുന്നത്. അത് അങ്ങനെയൊന്നല്ല പഠിക്കുന്നത്. അയാൾ വരുന്നു, സേട്ടാ പണിയുണ്ടോ, സേട്ടാ കൂലി പോരാ, സേട്ടാ ഇത് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ പറ്റില്ല സേട്ടാ, എന്താ സേട്ടാ ഇങ്ങനെ പറയുന്ന സേട്ടാ എന്നൊക്കെയല്ലേ പറയാ. അപ്പൊ നമ്മളിരുന്നിട്ട് എങ്ങനെ ഇത് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിട്ടാണ് അത് പഠിച്ചത്, അല്ലാണ്ട് നോട്ട് എടുത്ത് വെച്ചിട്ട് സേട്ടൻ അല്ല ചേട്ടൻ എന്നൊന്നും. ഇറ്റ് ഈസ് നോട്ട് ദ വേ യു ഷുഡ് ലേൺ എ ലാംഗ്വേജ്. ഇപ്പോൾ എപ്പടി ഇருக்கு എന്താ പറയാ, അല്ലാണ്ട് എപ്പടി ഇருக்கு, എപ്പടി വേണാലും ഇറുക്കലാം സാർ, സാർ ഇതൊന്ന് പഠിപ്പിച്ചെന്നാ എന്ന് പറയോ, ഇല്ല. അപ്പൊ നമ്മൾ കേൾക്കുക, നമ്മൾ എന്ത് ചെയ്യുക, പറയുക. അങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിങ്ങനെയല്ല, ഇതങ്ങനെയാണ്. കാരണം എന്താ, നമ്മൾ വ്യത്യസ്തമായ ആളുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള എളുപ്പ വഴി എന്താണ്, നമ്മളെക്കാൾ അറിയുന്ന ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട കാലത്താണ് പല ആളുകളും ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷനെ പറ്റി ചിന്തിക്കുന്നത്, അല്ലേ? ഈ ഒരു 10 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച ടീച്ചേഴ്സും കണ്ടന്റ് തന്നെ പറഞ്ഞത്, കമന്റ് തന്നെ പറഞ്ഞത്, നമ്മളെവിടെയും തോറ്റുപോയാ, അവർക്ക് ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചോ, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പട്ടെടുത്ത് കളഞ്ഞു, ഒന്നുമില്ല, ഡിഫറെന്റ് ആണ്. അപ്പൊ അറിയുന്ന സമയത്ത് അത് തിരുത്തുക. അറിയുന്ന സമയത്ത് ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് കെയറിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചില ആശയങ്ങൾ ഞങ്ങൾ തരുന്നു, ആ ആശയം വെച്ച് നിങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സംസാരിപ്പിക്കുന്നു. അത് ട്രെയിനറും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ബാച്ചിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞൊരു 20 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സുമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അവിടെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇത് സാർ നേരത്തെ 2 മാസം എന്ന് പറയണ്ടായിരുന്നു, 2 മാസം കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുമോ? 2 മാസം കൊണ്ടും പഠിക്കാം, ഒരു 30 ദിവസം കൊണ്ടും പഠിക്കാം. അത് എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഫെൽറ്റ് നീഡ് ഉണ്ട്. എന്തിനാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഫസ്റ്റ് വൺ. രണ്ടാമത്തത്, ഇത് പഠിച്ചാൽ എനിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു RJ ആയിരിക്കുന്ന മേഡം ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിന് ഇൻ്റർവ്യൂവിന് അവസരം കിട്ടി, ഏത് ഭാഷയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും, ഇംഗ്ലീഷ് വേണ്ടേ? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആവശ്യമുണ്ട്. ഇത് പഠിച്ചാൽ ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യന് കിട്ടാത്ത ഒരു അവസരം എനിക്ക് കിട്ടുന്നു. അപ്പോൾ എന്ത് വില കൊടുത്തും നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിക്കും. അങ്ങനത്തെ ഒരു ഫെൽറ്റ് നീഡ് വേണം. അപ്പോൾ ദിവസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കുറയും. ഫെൽറ്റ് നീഡില്ല, പരസ്യത്തിൽ മാത്രം കണ്ടിട്ട് അത് അവർ റെഡിയാക്കി തരും എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും.
അത്രേ ഉള്ളൂ. അതിന് അത്രേ ഉത്തരവ്. അല്ലാണ്ട് ഇത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഈ 2 മാസം നമ്മൾ ഒരു ബേസിക്കലി 2 മാസത്തെ കോഴ്സ് പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് ഫ്ലുവൻ്റ് ആവാം. പക്ഷെ ചില 30 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ എന്താവും, കാരണം അവർ ഇതിന് വേണ്ടി എന്ത് ചെയ്യാണ്, മെനക്കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു 10 സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ചിലപ്പോൾ ഇവർ ക്ലാസ് കഴിഞ്ഞാൽ ഇവരൊരു 100 സെൻറ്റൻസ് വേറെ ഉണ്ടാക്കും. അവന് അല്ലെങ്കിൽ അവൾക്കും ഇത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഇപ്പം ഞാനൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചതാണ്. എനിക്കൊക്കെ ഞാൻ വളരെ അധികം സമയമൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ട് പഠിച്ചതല്ല. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഗോവയിൽ പോയിട്ടാണ്. അപ്പോൾ ഗോവയിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര സമയം ഒന്നും ഒരുപാട് സമയമൊന്നും ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ പോയ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ അറിയോ, സീരിയസ്ലി കടല വെക്കുന്ന പിള്ളേർ വരെ ഇംഗ്ലീഷും ഹിന്ദിയും ചൈനീസും ഫ്രഞ്ചൊക്കെ ഇങ്ങനെ പേട്ടക്കിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചെറിയ ഇംഗ്ലീഷൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിട്ട് വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, യു കടല സെല്ലിങ്, വൈ ഇംഗ്ലീഷ് കമ്മിങ് എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പടയ്ക്കും. അപ്പോൾ അവരിങ്ങനെ ഹൗ ഇംഗ്ലീഷ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഇവിടെ ഉള്ളവരൊക്കെ ഇത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ബൾബ് കത്തി, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സാധ്യതയുണ്ട്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ഗോവയിൽ പോയത്. പിന്നെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുട്ടോ, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളുടെ ഇടയിൽ സാറിന് ഇംഗ്ലീഷാണ് കത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10ാം ക്ലാസ് 3 കൊല്ലം തോറ്റ് കൂലിപ്പണിക്ക് പോയിരുന്ന ഒരാളാണ് ഞാൻ. ആ കൂലിപ്പണിക്ക് പോയിരുന്ന ഒരാൾ ഒരുപാട് ഇൻസൾട്ട് കിട്ടി എന്തെങ്കിലും ഒന്ന് ആവണം എന്നുള്ള ചിന്തയുടെ പുറത്താണ് ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ പിന്നെ എന്തിലും നമ്മൾ നോക്കുക ആ അവസരമാണല്ലോ, എന്തിലും നമുക്ക്. കാരണം ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു പാഠം, എവറി സ്ട്രേഞ്ചർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓരോ അപരിചിതനും നമുക്ക് എന്താണ്, ഒരവസരമാണ്. അപ്പൊ നമുക്ക് വേണ്ട അവസരം അതിലുണ്ടെങ്കിൽ സൂപ്പറായി. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ നിരന്തരം ഞാനൊരു 30 തവണയെങ്കിലും ഞാൻ ഗോവയിൽ പോയിട്ടുണ്ടാവും ഇതിനു വേണ്ടി മാത്രം, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പോയിട്ട്. എനിക്ക് ഓരോ സ്ഥലവും പരിചിതമായിരുന്നു. ഇന്ന സ്ഥലത്ത് ഇത്ര സ്ഥലത്തേക്ക് എത്ര ബസ് പോയിന്റ്, എത്ര രൂപ കൊടുക്കണം വരെ എനിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പഠിച്ചപ്പോഴാണ് പിന്നെ എന്ത് ചെയ്തത്, പോവല് നിർത്തിയത്. നമ്മൾ ഇംഗ്ലീഷുകാരനെ കുറിച്ചാട്ടോ സംസാരിക്കുന്ന, പിള്ളേര് ഗോവയ്ക്ക് പോകും ഇംഗ്ലീഷ് പഠിക്കാൻ. ഗോവയ്ക്ക് പോയാൽ എന്താ പ്രശ്നം, ഗോവയ്ക്ക് പോട്ടെ ഇംഗ്ലീഷ് പഠിക്കട്ടെ. അല്ല, എല്ലാരും കൂടി പോരുന്നില്ല, എല്ലാവരും പോയാൽ ഗോവയിൽ പോയിട്ടാണ് ശരിക്കും ഇംഗ്ലീഷ് വർത്തമാനം. പക്ഷെ അന്നത്തെ കാലഘട്ടം കൂടിയൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അന്ന് ഇങ്ങനത്തെ അവസരങ്ങളൊന്നും ഇവിടെ ഇല്ല, ഓൺലൈൻ ക്ലാസ്സുകളില്ല, വാട്സാപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല. അപ്പൊ ഒരു 10-15 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു 2010 ആ സമയത്തൊക്കെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 2008 നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 10-30 കൂടുതൽ പോയിട്ടുണ്ട്, എണ്ണൊന്നും ഓർമ്മയില്ല. അത് വിശ്വസിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടറിയോ, ഞാൻ പോയിരുന്ന കാരണങ്ങൾ അറിയുന്നവനെ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തിനു പോയി എന്ന് പറയുന്ന കാരണങ്ങൾ. കാരണം എനിക്കിപ്പോഴും അറിയാം, എനിക്ക് 2 ട്രെയിനിൻ്റെ പേര് അറിയുള്ളൂ. ഒന്ന് മംഗള, ഒന്ന് നേത്രാവതി. ഇത് രണ്ടും എത്ര മണിക്കാണ് ഗോവയിലെത്തുക, മഡ്ഗോണിലാണ് എത്തുക എനിക്കറിയാം. ഒന്ന് 4:30-ക്കാണ്, മറ്റേത് 5:30-ക്കാണ് ട്രെയിൻ. കുറ്റിപ്പുറം. എനിക്ക് ആ 2 ട്രെയിനിൻ്റെ പേര് മാത്രം എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാരണത്തിനാണ് എനിക്കൊരു ഫെൽറ്റിനേഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു പക്ഷേ എനിക്കൊരു പലരും പറയാറുണ്ട് സാറ് സംസാരിക്കുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടെന്നൊക്കെ പറയാറുണ്ട്, കേൾക്കാൻ രസമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആക്സെന്റ് അത് എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. ഞാൻ ഇവിടെ നിന്ന് മെനക്കെട്ട് പഠിച്ചതൊന്നുമല്ല. അത് അവർ പറഞ്ഞ കേട്ട് അതുപോലെ. കാരണം നമുക്ക് നാണക്കെടൊന്നുമില്ലല്ലോ, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്തയില്ലല്ലോ. അവിടെ പറയുക, ആരെന്ത് വിചാരിച്ചാലും ഐ ഡോണ്ട് കെയർ. I just want to talk to them. That's what I was thinking when I was getting a chance to talk to somebody. I used that chance and I talked. And അങ്ങനെ പഠിച്ചതാണ് ഞാൻ. എന്തിപ്പോ സംഭവിച്ചു, അങ്ങനെ പഠിച്ചെന്നുള്ളതാണ്. സാറിനെ കാണുമ്പോൾ നമുക്കറിയാം സാറിന്റെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വരുത്തിയത് ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷെ മൊത്തത്തില് ഇതേ ചോദ്യം ചോദിക്കുന്നത്, ഞാനിപ്പോ എന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരാളോട് എന്താ പറയാ? ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ലോകം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനുഷ്യനാണ് സുധി. എൻ്റെ ശരിക്കും നെയിം സുലീഷ് കുമാർ. നിങ്ങൾ സുലീഷ് കുമാറിനെ ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു? അല്ല, സുലീഷ് കുമാറിനെ നിങ്ങൾ ഇന്റർവ്യൂക്ക് വിളിക്കുമായിരുന്നു? ഇല്ല, നമ്മളൊരു സുലീഷ് കുമാർ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ഒരു ഇന്റർവ്യൂക്ക് വിളിക്കേണ്ട ഒരു റീസൺ അവിടെ ഇല്ല. ഇപ്പൊ സുധി പൊന്നാനിയായ സുലീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ആ സാധനം കേട്ടോ. സുലീഷ് കുമാറിന്റെ സുധി പൊന്നാനി എന്നെ മാഡം ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഒരു റീസൺ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുകയും ഞാൻ അതിലൂടെ എൻ്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്നതുമാണ്. റൈറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സാഹചര്യം എപ്പോഴും ഒരേപോലെ ആവില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ നിങ്ങൾക്കൊരിക്കൽ പോലും സ്വപ്നം കാണുക പോലും ചെയ്യാത്ത ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക.
ഇപ്പം എനിക്കാണെങ്കിൽ പോലും എനിക്ക് വളരെ കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം, എനിക്ക് എവിടെയും ഏത് സമയത്തും മാന്യമായ രൂപത്തിൽ എവിടെയും എനിക്ക് കയറി ചെല്ലാനും അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റിയും എനിക്കൊരു ബോധ്യമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് ഇന്ത്യക്ക് പുറത്തും ഏത് രാജ്യത്തിൽ പോയാലും ഇംഗ്ലീഷ് ഭാഷ സ്വീകരിക്കപ്പെടുന്ന ഏത് സ്ഥലത്തും എനിക്ക് എൻ്റെ എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്? അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, കൂടും. ഇപ്പം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എത്ര സ്ഥലത്ത് മലയാളം ഭാഷ സ്വീകരിക്കുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്ന കമാൻഡ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എത്ര സോഫ്റ്റ്വെയർ മലയാളത്തിൽ സ്വീകരിക്കുന്നുണ്ട്? അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ സ്വാഭാവികമായിട്ടും കൂടും. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം, ഒരു സെമിനാർ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന കുട്ടി അവതരിപ്പിക്കുന്നതും, ഇംഗ്ലീഷിനോട് പേടിയുള്ള, ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മാത്രം സെമിനാറുകൾ അത്ര പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെയും ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ? റൈറ്റ്? സോ ഇന്റർവ്യൂയുടെ ആദ്യ സമയത്ത് ഞാൻ ചോദിച്ച പോലെ, ഇഫ് യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, you have to use English language. And if you don't have that English language in your hand, and I don't think you're going to do that. It's not possible. ആ opportunity miss ആയി പോയി. അപ്പോൾ അവസരങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യും, തുറക്കും. ഇംഗ്ലീഷ് ഭാഷ ആത്മവിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മാത്രം ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാത്ത എത്ര പേരുണ്ട്, എത്ര ആളുകളുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവസരം മിസ്സായ എത്ര പേരുണ്ട്, ഇൻ്റർവ്യൂ പൊട്ടി എത്ര പേരുണ്ട്. നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഡിഗ്രി നല്ല മാർക്ക് ഉണ്ടാവും, ഇപ്പോൾ 1990 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് വളരെ വാലിഡ് ആയിരിക്കും. അത് വെച്ച് പോയിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഈ പേപ്പർ കൊണ്ട് എന്താണ് കാര്യം? സോ ഇംഗ്ലീഷ് ഭാഷ ഡെഫിനറ്റായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, ക്വാളിറ്റിയും സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ചേർക്കാൻ എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾക്ക് മുന്നിലുള്ള അവസരങ്ങളെ സ്വീകരിക്കാൻ ഇംഗ്ലീഷ് ഭാഷ ഡെഫിനറ്റ്ലി ഈസ് ഗോണ ഹെൽപ്പ് യു എ ലോട്ട്. ഇപ്പൊ സുദീപ് പൊന്നാനി എന്ന് പറയുന്ന ബ്രാൻഡിനെ എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പരിചയപ്പെടുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്. അറിയാത്ത ആളുകൾക്ക് സാറിന്റെ ആ ഒരു ഇംഗ്ലീഷ് പിടുത്തല്ലോ, അത് പറയുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ പോലെ ആക്സെന്റ്. അപ്പോ ഞാനിപ്പോ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ് എന്നൊരാൾ ചോദിച്ചാൽ, അപ്പോ എന്തായാലും ഉത്തരം പറയാം, പക്ഷെ ഐ വാണ്ട് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, ഫുൾ ലെങ്ത്. Before answering that question, I just want to tell you one thing. Learning English is not a rocket science, and I don't think it is very tough to speak English. But the problem is all about your mindset. If you think a person who's listening to me is going to judge me because he knows that I'm an educated guy, he knows that I have completed my post-graduation in English language, and if I don't speak English without mistake, this guy going to treat me and he going to judge me, or saying that this one, I don't know what this guy is doing. She's not, or he is not perfect there. So before that, I want to tell you, it's very simple to know that this is just a language. Of course, having a language communication or having a communication skill, it's not all about the language or all about the education that you have. It's all about the experience, right? So when you speak English to anybody, forget about the mistake that you commit or you make. Just think about, I just want to convey my idea. I want to give her or him a message, and this is what I'm trying to tell you. And this is only me. What is the meaning of communication? You want to understand that what I'm saying, and I want to understand that what you are saying. Done. Period. Nothing more than that, right? Okay. So, is that enough? Yeah, it is very much. Thank you very much. Thank you very much. ഇത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നത് അറിയണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്സെൻറ്റിലല്ല ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നിങ്ങൾ ആ പറയുന്ന മീനിങ് എടുക്കുക, ഹൃദയം ഉപയോഗിച്ച് സംസാരിക്കുക. റൈറ്റ്? നിങ്ങളുടെ കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതിലിങ്ങനെ ആഡ് ഓൺ ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ വിൽ കിൽ യു. അപ്പം വേണ്ട, ശരിക്കും കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. അതെന്താ ഫീൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഒരു മനുഷ്യനെ കൊല്ലുമെന്ന് നമ്മൾ ഇങ്ങനെയാണോ പറയാ? അല്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന സെൻറ്റൻസ് എന്താണോ അതിൻ്റെ ഒരു വൈകാരികതയുണ്ടല്ലോ, അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇമോഷനില്ലേ, ആ ഇമോഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോണ ബി എ
fantastic communicator, no doubt. You don't have to follow this is American accent or British. I don't know what accent I'm using. എനിക്കറിയില്ല അമേരിക്കൻ ആക്സെൻ്റ് ആണോ ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണോ. പക്ഷെ ആർക്കും ഇന്നേ വരെ ഇപ്പം ഞാൻ ഒരുപാട് അമേരിക്കക്കാരോടും ബ്രിട്ടീഷോടും ഒക്കെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരാരും എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ല എന്ന് എന്നോട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവർ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു, ലവ് your English language and enjoy your talk. Use your heart, not your brain. Talk to everybody by understanding that this is the meaning of this one and try to speak. And if you get an opportunity to talk to anybody, love the process. Yeah, it's not like, what could be the result? It's not your business. ആ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കില്ലേ അല്ലേ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് അല്ലേ നമുക്ക് കിട്ടുക. That's all. So accent, of course, love your talk, and I guess കഥാപാത്രത്തെ അങ്ങ് ആവാഹിച്ചൊരു ഭയങ്കര ഇംഗ്ലീഷുകാരനാണെന്ന് അങ്ങ് മനസ്സിൽ വിചാരിച്ച് സംസാരിച്ചത്. എടോ ഏറി വന്ന തെറ്റില്ല ചെയ്യാം മേഡം. ഞാൻ ആലോചിക്കട്ടെ, ഇത് പറഞ്ഞ തെറ്റിന്ന് വിചാരിക്കൂ. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു, എല്ലാം തെറ്റി. ഇവിടെ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. തിരിച്ചറിവ് വന്ന് ഇതിങ്ങനെ പോയാൽ പോരാ, പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യ്. വേറെന്താ? ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു തെറ്റി, ഹസ്ബൻഡ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യോ? ആ മക്കൾ പറയും ഇത് എന്ത് തള്ളയാണ്, ഒരു കാര്യം ഇംഗ്ലീഷ് അറിയില്ല, എനിക്കിങ്ങനെ വേണ്ട, ഞാൻ ഇങ്ങനെ അമ്മേന്ന് വിളിക്കുകയില്ലെന്ന് പറയൂ. ഇല്ല, നമ്മൾ വെറുതെ പേടിക്കുകയാണ്. ഇത് പറഞ്ഞ് തെറ്റി കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് തെറ്റിയാൽ തെറ്റി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇവിടെ പരീക്ഷണങ്ങൾ കോടിക്കണക്കിന് ഉറുപ്പികയാണെങ്കിൽ പരീക്ഷണം നടത്തിയിട്ട് പൊട്ടുന്നത്, പിന്നെ ഒരു ഭാഷ പറയുമ്പോൾ തെറ്റാണ്. കൊറേ നേരം സാർ സംസാരിച്ചിട്ട് ഞാൻ സബ് ടൈറ്റിൽ ഇടേണ്ടി വന്നാലേ ഇന്റർവ്യൂവിന് ഇംഗ്ലീഷില്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പിലൂടെ വരെ 20 ദിവസം കൊണ്ട് 21 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് നിങ്ങൾ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പഠിക്കും. അല്ലെങ്കിൽ തിരിച്ച് കാശ്യരും എന്നുൾപ്പെടെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് അത്രയും ഷോർട്ട് നോട്ടീസിൽ. അപ്പൊ അത്രയും അവൈലബിൾ ആയിട്ട് സോഴ്സസ് ഉള്ളപ്പോ എന്തിന് ഞാൻ ഇംഗ്ലീഷ് കെയറിൽ വരണം എന്നൊരാൾ ചോദിച്ചാൽ എന്താണ് ഉത്തരം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായി ഞാൻ ആൻസർ പറയാം. ഇംഗ്ലീഷ് കെയറിൽ വരുന്ന ഒരാൾ വരേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇംഗ്ലീഷ് കെയറിൽ ഒരാൾ വരേണ്ടത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും പറയാനുമാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് ഞാൻ എവിടെയും പറയില്ല. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ എവിടെ പോയി പറയും? അല്ലേ, അത്രയല്ലേ പറ്റുള്ളൂ. നിങ്ങൾ എവിടെ പോയി പറയും? ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് കെയറിൽ നിങ്ങൾ വരേണ്ടത് 90% ഇംഗ്ലീഷ് പറയാനാണ്. ആ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ സാറേ ഞങ്ങളൊന്നും അറിയാതെ എങ്ങനെ പറയുന്നു? നിങ്ങൾ എന്ത് പറയണം എന്നുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു ട്രെയിനിങ് നിങ്ങൾ തരും. അത് എങ്ങനെ പറയണം ഞങ്ങൾ ട്രെയിനേഴ്സ് ഉള്ളത്, പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ അവർ പഠിച്ചോ എന്നല്ല ഉറപ്പ് വരുത്തുക. നിങ്ങളിത് പറയുന്നുണ്ടോ എന്നാണ് ഉറപ്പ് വരുത്തുക. ദാറ്റ്സ് വൈ വി ഹാവ് ടോക്കിംഗ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ആൻഡ് where you can find 90% സ്പീക്കിംഗ് പ്രാക്ടീസ് ആൻഡ് 10% തിയറി. ആ തിയറി ക്ലാസ് എന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചില ആളുകൾ എനിക്കറിയില്ല എന്ന് ഇംഗ്ലീഷിൽ പറയാം ഐ ഡോണ്ട് നോ എന്നാണ്. അതേപോലെ തന്നെ അവൾക്ക് അറിയില്ല എന്ന് പറയുമ്പോഴും അവർ പറയാം ഹീ അല്ലെങ്കിൽ ഷീ ഡോണ്ട് നോ എന്നാണ്. അത് കറക്റ്റ് പറയാം ഷീ ഡസൻറ്റ് നോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ കറക്ഷൻസുകളാണ് നമ്മൾ ആ 10% തിയറി ക്ലാസ്സിൽ കൊടുക്കുക. എന്നിട്ട് ഹീ ഡസൻ നോ എന്നും ഐ ഡോണ്ട് നോ എന്നും ഒക്കെ പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ടാക്കും. അതാണ് ഫസ്റ്റ് റീസൺ നിങ്ങൾ എന്തിന് ഇംഗ്ലീഷ് കെയറിൽ വരണം എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും സംഭവിക്കുന്ന പ്രശ്നം, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇമ്പ്രൂവ് ആവാത്തതിൻ്റെ വിഷയം, നിങ്ങൾക്ക് ട്രെയിനറുമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഒരു ദിവസം എത്ര മിനിറ്റ് സംസാരിക്കാം ട്രെയിനറുമായിട്ട്? മറ്റുള്ള സ്ഥാപനങ്ങൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിക്കാം. ഈ 24 മണിക്കൂറിൽ 15 മിനിറ്റ് മാത്രം ഇംഗ്ലീഷ് സംസാരിച്ച വ്യക്തി പിന്നീട് സംസാരിക്കുന്നതൊക്കെ മലയാളത്തിലാണെങ്കിൽ ഈ 15 മിനിറ്റ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് കോളിംഗ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ട്രെയിനറുമായിട്ടുള്ള സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമ്മളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് ഒരു 3-4 ബാച്ചിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് അവർക്ക് ഏത് സമയവും സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. പക്ഷെ അവിടെ നമ്മൾ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ ഒരുപാട് വലിയ ടോപ്പിക്കുകൾ സംസാരിക്കാതെ തിയറി ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോളജ് ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ, അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. റൈറ്റ്, അത് രണ്ടാമത്തെ റീസൺ. പിന്നെ മൂന്നാമത്തെ റീസൺ, നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തൊരു കാര്യം, 2 മാസം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തു. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകാം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഫ്ലുവൻസി കിട്ടിയില്ല എന്ന് വരാം. ഇനി ഫ്ലുവൻസി കിട്ടിയാൽ പോലും ഈ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുന്ന മേഖലയിൽ ഈ ഭാഷ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, വീട്ടിലോ ഫ്രണ്ട് സർക്കിളിലോ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, ഡെഫിനറ്റായിട്ടും ഈ
ഫ്ലുവൻസി നിങ്ങളിൽ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് കെയർ വേറിട്ട് നിൽക്കുന്നത് നമുക്കൊരു 24/7 ആക്റ്റീവ് ഇംഗ്ലീഷ് ക്ലബ്ബ് ഉണ്ട്. ഈ 4 വർഷമായി അവിടെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനെയും പല ഗേൾസ് ഓൺലി ഗ്രൂപ്പ് ഉണ്ട്, ബോയ്സ് ഓൺലി ഗ്രൂപ്പ് ഉണ്ട്, മിക്സ്ഡ് ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിൻ്റെ ഗുണം എന്താണ്? ഓൾറെഡി പഠിച്ചു പോയവരുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, അതിലെല്ലാം സംസാരിക്കുന്നവരെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 ഞാൻ പറയാൻ കാരണം പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഏത് സമയത്തും ഈ ഗ്രൂപ്പ് എന്താണ്, ആക്റ്റീവാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് കെയറിനെ വ്യത്യസ്തപ്പെടുത്തുന്നതും എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് കെയറിൽ വരണം എന്നതിൻ്റെയും ഉത്തരം. ഇതൊക്കെ പറയുന്നതോടൊപ്പം ഞാൻ പറയുന്നു, ഇതൊക്കെ കേട്ട് ചാടിയിട്ടല്ല ഇംഗ്ലീഷ് കെയറിലേക്ക് വരേണ്ടത്. ഐ റിപ്പീറ്റ്, നിങ്ങൾക്കൊരു സ്ട്രോങ് റീസൺ വേണം. വൈ ഷുഡ് ഐ ലേൺ ദിസ് ലാംഗ്വേജ്? വാട്ട് ആം ഐ ഗോണ ഗെറ്റ് വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ്? ആം ഐ ഗോണ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി? ആം ഐ ഗോണ ഹാവ് എ കൈൻഡ് ഓഫ് എ ഗ്രോത്ത് ഇൻ മൈ കരിയർ, ഇൻ മൈ പ്രൊഫഷണൽ ലൈഫ്, ഇൻ മൈ പേഴ്സണൽ ലൈഫ് എന്നുള്ള ചിന്തയ്ക്ക് വ്യക്തമായ ഉത്തരം അതെ, എനിക്ക് ഈ നേട്ടം ഉണ്ടാകും എന്നാണെങ്കിൽ this is the best platform to improve your English communication skill. It was nice talking to you. Thank you very much. I really enjoyed talking to you. Thank you so much, sir. Thank you very much. All the best. Okay, thank you very much.